ഹലോ, വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമായിട്ടുള്ള പീനട്ട് ബട്ടറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ബ്രെഡിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒന്നാണ്. ചോക്ലേറ്റ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഞാനിവിടെ ഈ ഒരു കപ്പിന് 1.5 കപ്പ് കടല എടുക്കുന്നുണ്ട്. വറുത്ത കടലയാണ് നമുക്ക് വേണ്ടത്. കടലയുടെ തൊലിയെല്ലാം കളഞ്ഞെടുക്കണം. അപ്പോൾ കൈകൊണ്ടൊന്നിങ്ങനെ ആക്കിയിട്ട് തൊലിയെല്ലാം കളയാം. ഇപ്പോൾ തൊലിയെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യാം. ചോക്ലേറ്റ് ഫുള്ള് ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ചോക്ലേറ്റ് ശരിക്കും ഓപ്ഷണലാണ്. ചോക്ലേറ്റ് ഇല്ലാതെയും പീനട്ട് ബട്ടർ ഉണ്ടാക്കാം. ഞാൻ കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ചോക്ലേറ്റ് ആഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ തൊലി കളഞ്ഞു വെച്ച കടല മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഏകദേശം ഇതിൻ്റെ ഒരു പകുതി എടുത്താൽ മതി. ഇപ്പോൾ ഇനി അതിലോട്ട് കുറച്ച് ശർക്കര ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അതിൻ്റെ പകുതി ഇപ്പോൾ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഓയിൽ ആഡ് ചെയ്യുന്നവരുണ്ട്. സൺഫ്ലവർ ഓയിൽ, ഒലീവ് ഓയിലൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കിത് വേണ്ട. ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നില്ല, ഓപ്ഷണലാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് അതും പകുതി ഇട്ട് കൊടുക്കുക. ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂൺ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നല്ലോണം അരച്ചെടുക്കണം. മിക്സിയിൽ വെച്ചിട്ട് നല്ലോണം അരച്ചെടുക്കാം. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാ ഒന്ന് പൊടിഞ്ഞിട്ടേ ഉള്ളൂ, ശരിക്കും അരഞ്ഞിട്ടില്ല. അപ്പോൾ വെള്ളമൊന്നും ഒഴിക്കാത്തല്ല, അതുകൊണ്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് താഴെ കട്ട പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതേപോലെ തന്നെ ഒന്നുകൂടെ അടിച്ചെടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഒന്നുകൂടെ അരഞ്ഞിട്ടുണ്ട്. കുറച്ചൊന്ന് ലൂസായിട്ടുണ്ട്. നമ്മൾ അരക്കുന്നതിനനുസരിച്ച് ലൂസായി വരും. അപ്പോൾ നമ്മൾ മാക്സിമം അരക്കുക. ഇത് കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും അടിച്ചെടുക്കുക. അങ്ങനെ ഒരു 3-4 ടൈം ചെയ്യാം. ഇപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3-4 ടൈം അടിച്ചു. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇങ്ങനെ ആയിട്ടുണ്ട്. പക്ഷെ കുറച്ചും കൂടെ തരിയുണ്ട്. അപ്പോൾ ഒന്നും കൂടെ അടിച്ചെടുത്തിട്ട് നല്ല പേസ്റ്റാക്കി എടുക്കണം. പിന്നെ നമ്മൾ അടിക്കുമ്പോൾ മിക്സി ചൂടാവുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ വെള്ളം ഒഴിക്കാതെയല്ല അടിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ മിക്സി ചൂടാവും. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും അടിക്കുക. ഒരു പ്രാവശ്യം കൂടെ നമുക്കിത് അടിച്ചെടുക്കാം. അപ്പോഴേക്ക് നല്ലോണം പേസ്റ്റായി കിട്ടും. ഇപ്പോൾ ഇത് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റായി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ വെള്ളമൊന്നും ചേർത്തില്ല. പക്ഷെ കടലയിലുള്ള എണ്ണ തന്നെ വന്നിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇനി ഇതേപോലെ നമുക്ക് അടുത്തതും അരച്ചെടുക്കാം. ബാക്കിയുള്ള കടല കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഇട്ടിൻ്റെ ബാക്കി ചോക്ലേറ്റും അതേപോലെ ശർക്കരയും കൂടെ ആഡ് ചെയ്തിട്ട് നേരത്തെ അരച്ച് അതേപോലെ തന്നെ നല്ലോണം അരച്ചെടുക്കാം. ശരിക്കും ഓയിൽ ആഡ് ചെയ്യുന്നത് ഇതൊന്നും കൂടി സ്മൂത്തായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ശരിക്കും അതിൻ്റെ ആവശ്യമില്ല. കാരണം കടലയിൽ തന്നെ ഏകദേശം നല്ലോണം എണ്ണ ഉണ്ടാവുമല്ലോ. ഇതും അതേപോലെ നല്ലോണം അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പീനട്ട് ബട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പേസ്റ്റ് ആയിട്ടുണ്ട്. ചോക്ലേറ്റ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആവും കഴിക്കാൻ. സാധാരണ പീനട്ട് ബട്ടറിനേക്കാളും ഒന്നുകൂടി ടേസ്റ്റ് ആയിട്ട് കിട്ടും. ഇതും കൂടെ നമുക്ക് ബൗളിലേക്ക് മാറ്റാം. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആണെങ്കിൽ ബ്രെഡിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒന്നാണ്. ജാമിന് പകരമൊക്കെ ആയിട്ട് നമുക്ക് കഴിക്കാം. നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ്. കുട്ടികളൊക്കെ നല്ല ഇഷ്ടപ്പെടും. പിന്നെ ഇത് ഒരുപാട് ദിവസം നമുക്ക് കേട് വരാതെ സൂക്ഷിക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ വെച്ചാൽ മതി. ഒരു ബോട്ടിലാക്കിയിട്ട് വെച്ചാൽ ഒരുപാട് ദിവസം കേട് വരാതിരിക്കും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്